പക്ഷേ ഒരു കോമഡി വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതായിരിക്കുന്ന സുരാജിന്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റി. അപ്പൊ സിംഹത്തെ കൊണ്ടുവരുമ്പോൾ റിയൽ ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചോ? മോനെ പറഞ്ഞതിന് വളരെ സന്തോഷം. നീ ചിരിച്ചോ? ഞാൻ ചിരിച്ചു. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഏത് ഇമോഷൻസും പിന്നെയും നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കോമഡി വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് രണ്ടുപേരും അതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് വേണ്ട സാധനങ്ങൾ കൊടുത്തിട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കുമോ അവരത്രയും കിടില ആർട്ടിസ്റ്റുകളാണ്. അതിൻ്റെ JK കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എസ്ര പോലെ ഒരു സിനിമയ്ക്ക് ശേഷം ചെയ്തറിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാധനത്തിൽ നിന്നും പുള്ളിയുടെ വേറൊരു കാരണം പുള്ളിക്ക് വേറെ രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ള സാധനം തെളിയിച്ചൊരു സിനിമയും കൂടെയാണ്. കാരണം ഈ പറയുന്ന CG ഒക്കെ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് ഒരുപാട് എഫേർട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 year ആയി അവർ ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എടുക്കും. കാരണം അത്രയും അവർ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് അത്രയും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു രീതിയിലുള്ള ഒരു കോമഡിയൊക്കെ വന്നിട്ടുണ്ട്. സുരാജിൻ്റെ ചില ടൈമിംഗ് ഒരു ബോധം കെടുന്ന എക്സ്പ്രഷൻ, അങ്ങനെ കുറേ വളരെ കാലത്തിന് ശേഷം മിസ്സായിരിക്കുന്ന സുരാജിൻ്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ കാണാൻ പറ്റി. എന്നിരുന്നാൽ തന്നെ സുരാജിന് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസ് കൂടുതൽ സ്ക്രീൻ വേണമെന്ന് തോന്നിപ്പോയി. പിന്നെ അധികം ട്രെയിലർ കൊണ്ട് നമ്മൾ അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ടായിരിക്കണം അത് നമുക്കൊരു എബോ ആവറേജ് അനുഭവമാണ് തന്നിരിക്കുന്നത്. കാരണം ആ സിറ്റുവേഷനെ വെച്ചിരിക്കുന്ന കോമഡിയൊക്കെ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാനില്ല, എന്നാലും നമുക്കൊരു ടൈം പാസ്, ഒരു ഫ്രീ ടൈമിൽ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന രീതിയിൽ ഗർ വർക്കായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് മെയിനായിട്ട് നമുക്ക് ഈ സൂവിലുള്ള രംഗങ്ങൾ, പ്രത്യേകിച്ച് സിംഹമായിട്ടുള്ള രംഗങ്ങൾ കാണിക്കുമ്പോൾ അത് വർക്കാവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെ എടുത്ത് VFX ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതിഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഭയങ്കര ലൊക്കേഷനോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു പ്രത്യേക സിറ്റുവേഷനെ ചുറ്റിപ്പറ്റി ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ സിനിമയിലെ കഥ. ഒരാൾ സൂവിൽ അകപ്പെടുമ്പോൾ, സിംഹത്തിൻ്റെ കൂട്ടിൽ അകപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമഡിയും പിന്നെ അയാളുടെ ഫാമിലി ലൈഫും അതിനെ ബാധിക്കുന്ന രീതികളുമായിട്ടാണ് പോയിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ നർമ്മമുഹൂർത്തങ്ങൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. മോനെ പറഞ്ഞതിന് വളരെ സന്തോഷം. നീ ചിരിച്ചോ? ഞാൻ ചിരിച്ചു. ചേട്ടൻ ആ ഒരു ആളുകൾ ചിരിക്കുന്ന ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സീനായിരുന്നു ചേട്ടൻ്റെ ആ സീൻ വരുന്നത്. അപ്പോൾ തിയേറ്ററിൽ ചിരി കിട്ടിയ ഒരു സീനാണ്. എന്ത് തോന്നി ആ ഒരു സീനിൽ പർട്ടിക്കുലർ കാണിച്ചപ്പോൾ തന്നെ ഒരു ചിരി കിട്ടി? എന്ത് തോന്നി? വളരെ സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളെ കാണിക്കുമ്പോൾ ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം കൊണ്ട് ആളെ ചിരിക്കാൻ പറയുമ്പോൾ ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. തീർച്ചയായിട്ടും. മോനെ പറഞ്ഞതിന് വളരെ സന്തോഷം. നീ ചിരിച്ചോ? ഞാൻ ചിരിച്ചു. ചേട്ടൻ ആ ഒരു കൗണ്ടർ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് തിയേറ്ററിൽ? നല്ല മൂടായിരുന്നു അല്ലേ? കുട്ടികളൊക്കെ ആയിട്ട് കാണാം, ഫാമിലിയായിട്ട് കാണാം. പിന്നെ സിംഹം ദർശൻ തകർത്തേക്കല്ലേ? ദർശൻ തകർത്തേക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ശരിക്കും സിംഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് ഫുള്ള് CG ആണ്? അല്ല, എല്ലാ ഏരിയ ഉണ്ട്. മെയിൻ സംഭവം ഉണ്ട്, അല്ലാതെ തന്നെ CG അടക്കമുണ്ട്. ശരിക്കും സിംഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാ? ഇല്ല മുഴുവൻ സുഖമില്ല. സെറ്റ് ഇട്ടിട്ടുണ്ട്. എങ്കിലും 2 ഏരിയ ഉണ്ട്. ട്രോണ്ടറും ഒന്ന് കണ്ണൂർ പറച്ചിൽ 2 സെറ്റാണ്. സിംഹത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി ബഡ്ജറ്റ് വൈസ് ചെറുതാണ്. അപ്പൊ സിംഹത്തെ കൊണ്ടുവരുമ്പോൾ റിയൽ ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചോ? കോമഡിയാണ്. ചിലർക്ക് വർക്കൗട്ട് ആയിരുന്നു. വൾഗാരിറ്റി വയലൻസ് ആവുന്നില്ല. കുഞ്ചാബാൻ പറയാൻ അനുസരിച്ച് റൊമാൻസിലേക്ക് വരികയാണ്. മൊത്തത്തിൽ ആവറേജ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അതിനകത്ത് കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ഫാമിലിക്കും കയറാം. നല്ല സിനിമയായിരുന്നു ആണ്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, നമ്മളിങ്ങനെ പണ്ട് 90s ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കൈൻഡ് ഓഫ് സിനിമകൾ. നമ്മൾ ഈ ഒരു ട്രാപ്പ് കോമഡി എന്നൊക്കെ പറയില്ലേ, ഒരു കോമഡി അഡ്വഞ്ചർ ജോണറിലൊക്കെ ഉള്ള നമ്മൾ ഈ മൈഡിയക്കാരുടെയൊക്കെ പോലെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് കണ്ടിച്ചിരിക്കാവുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉള്ള ഒരു സാധാരണ സിനിമ. എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, ജോണർ സ്പെസിഫിക് ഒക്കെ ആയിട്ട് ആളുകൾ സിനിമേനെ മലയാളത്തിൽ ആഘോഷിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ജോണറുകൾ വരട്ടെ. ഒരു ഫൺ എൻ്റർടൈനറാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം.